കടി 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 ഗായ്സ്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റിനടുത്ത് എത്തിയട്ടോ. ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ആൾക്കാരൊന്നും കുറവാന്നല്ല, ആരും കാണുന്നില്ല ഗായ്സ്. ദുബായിൽ നിന്ന് കണ്ണൂരേക്ക് ഫ്ലൈറ്റ് വരുന്നുണ്ട്, ഇപ്പം വരുന്നുണ്ട്. ഈ സമയത്തൊന്നും ഫ്ലൈറ്റ് ഇല്ല കേട്ടോ, നമ്മളെ കണ്ണൂരേക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ല ഈ സമയത്ത്. എന്താണ്ടോ പഴം പൊതിന്ന് കീറിയിട്ട് അതിനുള്ളിൽ തേങ്ങേൻ്റെ പണ്ടോ തേങ്ങ മനസ്സായി പറഞ്ഞില്ല. ഹൈ ഗൈസ്, വെൽക്കം ടു മൈ വ്ളോഗ്. ഗൈസ് എന്നാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ ഇപ്പോൾ രാത്രി 8:30 മണിയാട്ടോ. നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഒരു സ്ഥലത്തേക്ക് പോയാണ്. ഓക്കെ, അപ്പോൾ തഫീനും ഉണ്ട്. ബൈക്ക് എടുത്തിട്ട് നല്ല തണുപ്പല്ലേ ഇവിടാ, വീട്ടിൽ നിന്ന് ഇറങ്ങിയാട്ടാ. ഇവിടാന്നാ അവിടെടാ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ പക്ഷേ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലൈക്കൺ വിളിച്ച് ചെയ്യാം. നമ്മൾക്ക് അതിപ്പം തന്നെ ചേട്ടാ പൊളിക്കുന്നമ്മ പോവാന്നാ. ഇനി വാച്ച് എത്തിച്ചേ. ഇവൻ്റെ വാച്ച് ഇനി ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബാക്കിലേക്ക് പോകലേനോ പോവില്ലേ? കുറച്ച് കഴിയുമ്പോൾ ബാക്കിൽ ഉമ്മാനപ്പറ്റി ഇരിക്കും അല്ലേ? തൽക്കാലം അവിടെ നിന്നോ കേട്ടോ. കുറച്ചിൻ്റെ ബാക്കിലേക്ക് പോയേ. ഗായ്സ്, നമ്മൾ പാപ്പിശ്ശേരി എത്തി, കാട്ടിലപ്പള്ളീൻ്റെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ ഉറൂസാവാനായി. ജനുവരിയോ ഫെബ്രുവരി ആയിട്ടാണ്, ഈ മാസം അടുത്ത മാസമായിട്ടുണ്ട്. ഇവിടുന്ന് ചന്തയിൽ ഇപ്പം തന്നെ വന്നേ ആയാലും കൂടി ഇല്ലല്ലേ. അവിടെ ചന്ത വന്നു. പിന്നെ ഇതെല്ലാം സ്ഥിരമായിട്ടുള്ള തട്ടുകടകൾ, ഫുള്ള് തട്ടുകടിയാണ്. ചായക്കട കുറേ തട്ടുകടിയും ഭയങ്കര സെറ്റപ്പാണ്. ഗായ്സ്, നമ്മൾ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ അടുത്ത് എത്തിയട്ടാ. ഇങ്ങോട്ടേക്ക് എയർപോർട്ട് മട്ടന്നൂർ. അപ്പോൾ ചായ വേണോ? ഇവിടെ ചായ ഉണ്ട്, വരുമ്പോൾ കുടിക്കാം അല്ലേ? നമുക്ക് അങ്ങനെ കുടിക്കാം, ഇവിടെ നിന്ന് കുടിക്കണ്ട. ഇവിടെ ചായയും കടിയുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് കുടിക്കാം. ഓക്കെ, ഏതായാലും എയർപോർട്ടിനവിടെ പോയിട്ട് വരുമ്പോൾ കുടിക്കാം. ഇതാ, വെൽക്കം ടു കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കാണുന്ന തന്നെ ഇല്ല, ഫുള്ളി ഇരുട്ട്. എയർപോർട്ടിൻ്റെ മെയിൻ കവാടം കേട്ടോ. ഇതാ മെയിൻ കവാടത്തിനടുത്ത് ഇതെല്ലാം ചെടി വെച്ചിട്ടാ. സൈഡിൽ ചെടിയെല്ലാം വെച്ച് സെറ്റപ്പാണ്. ഇവിടെ ടോളൊന്നുമില്ല. ഇതാ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് റോഡ് അവിടെയാണ് കേട്ടോ. അവിടെയാണ് ഇങ്ങനെ പറ. അവിടെയാണ് ഞാനും വിചാരിക്കുന്നത്. ബൈക്കിന് പൈസ ഉണ്ടോ? അറിയോ? ഒന്നും അറിയില്ല അല്ലേ. ബൈക്കിന് പൈസ ഉണ്ടോയെന്ന് അറിയില്ല, കാറിനായിരിക്കും പൈസ. ബൈക്ക് സൈഡിലോട്ട് പോകാൻ തോന്നട്ടോ. നോക്കാം. 4 വീല് ബസ്, 2 വീല് 15. ഇവിടെ 2 വീല് 15 കേട്ടോ. അങ്ങനെ പറ അയ്യോ. ബൈക്കിന് പൈസ പോകേണ്ട പോലും അവിടെ എഴുതി വെച്ചിനി 2 വീൽ 15 റുപ്യ. ഞാൻ വേണോന്ന് ചോദിച്ചു, വേണ്ടെന്നാണ്. പോയിക്കോന്നാണ്. അങ്ങോട്ടേക്ക് എന്താണ് നായ്ക്കളൊക്കെ ഇതേണ്ടോ, ഫുൾ നായ്ക്കൾ. ബോബു. ഇതാ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. എയർപോർട്ട് എത്തി. എയർപോർട്ട് എടുത്തോ. അയ്യോ അങ്ങനെ നമ്മുടെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഇതന്നെ എയർപോർട്ട്. ഫ്ലൈറ്റിനെ കാണാൻ നോക്കാം, വരുമെങ്കിൽ ഈ സമയത്ത് ഉണ്ടെങ്കിൽ നോക്കാം ഫ്ലൈറ്റ്. ആൾക്കാർ ബൈക്കിലെടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, കണ്ടില്ല? അങ്ങനെ അവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഇതാ നമ്മുടെ എയർപോർട്ടിൻ്റെ വ്യൂ. ഇതാ രാത്രി കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾ അങ്ങനെ ഇതാ കണ്ട പ്ലെയിനിൻ്റെ ഇവിടെ എത്തിയേട്ടോ. ഇത് കണ്ട പ്ലെയിൻ. ഇനി കണ്ട TU664 കണ്ട ലൈറ്റ് കൊടുത്തിന് കേട്ടോ. താഴ്ന്ന മുകളിലേക്ക് ഫ്ലൈനിന് ലൈറ്റ് കൊടുത്തിന്. പ്ലെയിനിന് TU664 പ്ലെയിനൊക്കെ കണ്ടോ? പ്ലെയിനൊക്കെ ഉണ്ട്. ഇത് ഒറിജിനൽ സാധനമാണ് കേട്ടോ. എടീ, ഇത് ഒറിജിനലാണ്, പഴയത്. ഒരു കുറ്റീനെ മുകളിലില്ല അല്ലേ. ഇത് എയർപോർട്ട് 4 ഭാഗത്തുനിന്ന് ലൈറ്റ് കൊടുത്തിന് കേട്ടോ. അവിടെ നിന്ന് ഇവിടുന്ന ലൈറ്റ് ഇത് കണ്ടോ. അത് കാറ് പാർക്കിങ്. അവിടെ ബൈക്ക് പാർക്ക് ചെയ്യാണ്ട് നടന്ന് കയറാം. നമുക്ക് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നടന്ന് കയറാം. അതാ സ്റ്റെപ്പ്. അതല്ലേ ആൾക്കാർ ഇറങ്ങിയത്. നമ്മൾ അന്നിങ്ങനെ പോയത്. ഇവിടെ വണ്ടി വെക്കാം. ഇവിടെ വണ്ടി വെച്ചിട്ട് നമുക്ക് നടന്നിട്ട് പോവാം. ഇനി ഇറങ്ങിക്കോ.
ഇതെല്ലാം വണ്ടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുള്ള് അങ്ങനത്തോളം കാറും ബൈക്കെല്ലാം ഉണ്ട്. എന്തേനു ബാ അങ്ങനെ എയർപോർട്ടിലെത്തി. ആടത്തേക്ക് മുകളിലേക്ക് അതിലോട്ടൊക്കെ കയറല്. ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. ആൾക്കാരെല്ലാം കുറവാന്നല്ല, ആരും കാണുന്നില്ല. അതിലും മുകളിൽ കയറാം. വാ ഇനി വാ. പ്ലെയിനെ കാണുമെങ്കിൽ ഇനി പ്ലെയിൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളെ എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഈ സമയത്ത് ആൾക്കാരെല്ലാം കുറവാണ്. നമ്മൾ മുകളിലേക്ക് കയറട്ടെ. ഇപ്പുറം ബാ ഓടല്ല, കൈപിടി. അവിടെ നിൽക്ക്. 2 പിള്ളേർ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കളിക്കുന്നുണ്ട്. അതിനുള്ളിൽ കുറച്ച് ഇതുണ്ട്, ചുമരിൽ ആർട്ട് ചെയ്ത് കളരിപ്പാറ്റും കാര്യങ്ങളൊക്കെ അങ്ങതാ അതിനുള്ളിൽ. ചുമരിൻ്റെ മുകളിൽ ഫുള്ള് നമുക്കെന്തായാലും കാണാമെങ്കില, ഉള്ളിൽ കയറിയവർക്ക് കാണാം. പിന്നെ എന്നാണ് നല്ല ലൈറ്റ് കിട്ടിയല്ല. ഇതാ ഇത് ഓപ്പൺ ആദ്യം ഉണ്ടായിട്ടില്ല. കുഞ്ഞിനെ കൈ പിടി. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇപ്പുറത്തെ ഭാഗത്ത് വെള്ളമാണോ താഫിക്ക്? ഇവിടെ നല്ല പൈസ കേട്ടാ. നമ്മളെ പുറത്ത് വാങ്ങുന്ന 20 രൂപൻ്റെ എല്ലാം ബോട്ടിലില്ലേ വെള്ളം. ചായക്കല്ല ഇവിടെ എത്ര പൈസ എന്ന് പറഞ്ഞേ? ചായക്ക് അന്ന് ഞാനും തഫിയും വന്നേരം ചായക്ക് റേറ്റ് ഫ്രൂട്ടി ബാപ്പ പോകുമ്പോൾ 3-4 വാങ്ങി തരും നമുക്ക് കേട്ടാ. ഇന്ന് ചായക്ക് എത്ര 50 റുപ്യ ആട്ടാണ്. നമ്മ ഒന്ന് വന്നേരം ഇവിടെ നിന്നേട്ടാ. അങ്ങാടെ പ്ലെയിന് കണ്ടോ? അവിടെ പ്ലെയിൻ കണ്ടോ? ഇവിടുന്ന് താഴോട്ടേക്കുള്ള ഇത് കണ്ട വ്യൂ കണ്ട. പ്ലെയിനെ കാണുന്നില്ല അവിടെ നിർത്തിയിട്ടിട്ട്. മതിലിനപ്പുറത്ത് വരിയായിട്ട് അങ്ങത്തോളം. നമ്മളെ കണ്ണൂർ എയർപോർട്ടിലെ പാർക്കിംഗ് ആട്ടാ കാണുന്നത്. കണ്ടോ? കുറച്ച് വണ്ടിയുണ്ട്, കുറച്ച് കാറും കുറച്ച് ബൈക്കും. ബാക്കിയെല്ലാം കാലിയാണ്. ഇവിടെ എല്ലാം കാലിയാണ്. അവിടെ കുറച്ച് വണ്ടി നിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം ബൈക്ക് വരുന്നുണ്ടല്ലേ ചങ്ങ. എന്നാ ആമ്പുള്ളറിലായിട്ട് അങ്ങോട്ട് നടക്കാമല്ലോ. ആമ്പുള്ളറിൽ ഇങ്ങനെ ബൈക്ക് എടുത്ത് വരുന്നുണ്ട്. വെറുതെ രാത്രി ഇങ്ങനെ രസമായിരിക്കില്ല. അങ്ങനെ വന്നെയാ. രാത്രി ഇങ്ങനെ വെറുതെ വരുന്നതായിരിക്കും. രസമല്ലേ? ശരിക്കും ഭയങ്കര സൈലൻ്റ് കേട്ടോ. ഭയങ്കര സൈലൻ്റ് എയർപോർട്ട്. അങ്ങ് അവിടെ കുറച്ച് ഫ്ലൈറ്റ് നിർത്തിയിട്ടുണ്ട്. അങ്ങ് അവിടെ ഗോയറെല്ലാം അങ്ങ് അവിടെ നിർത്തിയിട്ടുണ്ട്. 1 2 3 4 5 ഫ്ലൈറ്റ് ഉണ്ട് അവിടെ. ഈ സമയത്തൊന്നും ഫ്ലൈറ്റ് ഇല്ല കേട്ടോ. നമ്മളെ കണ്ണൂരേക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ല ഈ സമയത്ത്. ഞാൻ നോക്കി നമ്മളെ ഫ്ലൈറ്റ് റഡാറില്ലേ, ഫ്ലൈറ്റ് റഡാർ വെച്ച് നോക്കി. ഫ്ലൈറ്റൊന്നും കാണുന്നില്ല. കൊച്ചി മറ്റേ ഇതൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തേക്ക് തോന്നി, അതുപോലെ മംഗലാപുരത്തേക്കും കൊച്ചിയിലേക്കെല്ലാം ഫ്ലൈറ്റ് കാണുന്നുണ്ട്. കണ്ണൂരേക്കൊന്നും കാണുന്നില്ല ഈ സമയത്ത്. ഇപ്പോൾ സമയം 10:30 ആയിട്ടാ. 10:30 മണി, രാത്രി 10:30. അപ്പോൾ ഈ സമയത്ത് ഫ്ലൈറ്റ് കണ്ണൂർ കാണുന്നില്ല. ഗായ്സ്, ദുബായിൽ നിന്ന് കണ്ണൂരേക്ക് ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പം വരുന്നുണ്ട് ദുബായ് ടു കണ്ണൂർ. പക്ഷേ എപ്പോൾ എത്തണമെന്നറിയില്ല. ഇപ്പോൾ ഗോവ എത്തണത്ര. ഫ്ലൈറ്റ് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എപ്പോൾ എത്തലെന്നൊന്നും അറിയില്ല. ഗായ്സ്, ഈ സമയത്ത് ഫ്ലൈറ്റൊന്നും ഇല്ല കേട്ടോ. ഒന്ന് വരുന്നുണ്ട് ദുബായിൽ നിന്ന് കണ്ണൂരേക്ക്. ഇപ്പോൾ ഇവിടെ എത്താൻ ടൈം എടുക്കും. ഗോവൻ്റെ ഭാഗത്തില്ലേ, അവിടെ കടലിൻ്റെ മുകളിലില്ലേ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദുബായിൽ നിന്ന് കണ്ണൂരേക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ ടൈം എടുക്കും ഗൈസ്. ഞാൻ നമ്മളെ ഫ്ലൈറ്റ് റഡാർ ആപ്ലിക്കേഷൻ നോക്കിയതാ. ഇവിടുന്ന് പോവാല്ലേ തഫി? പോയിക്കൂടെ? തലേക്ക് പോയിനോ? ബാബാനെ പിടി കേട്ടാ. ബാബാനെ പിടിച്ചിരിക്കണേ. പിടിച്ചിരുന്നിട്ടില്ലേ? നല്ല ലെങ്ത് ഉണ്ടല്ലേ. ഡയറക്റ്റ് പിടിക്കണ്ടേനാ. ഇങ്ങോട്ടേക്ക് വെക്കൂ. ഗായ്സ്, നമ്മളിവിടുന്ന് പോയാണ്. വാ ഇനി കൊടുത്തു കൂട്ട്. നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് കേട്ടാ. ബോബോ ഒരു നായില്ല താടുക്കുന്നു. ഇനി ഒരു നായി. വാ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊന്നും ഇവിടെ ഫ്ലൈറ്റ് ഇല്ല കേട്ടാ. ഒരു ഫ്ലൈറ്റ് ദുബായിൽ നിന്ന് വരുന്നു. നമ്മളിവിടെ വന്നിട്ട് അരമണിക്കൂറിന് മുകളിൽ ഇല്ല. ഇവിടെ 1 മണിക്കൂറായ. അരമണിക്കൂറിന് മുകളിൽ നമ്മളിവിടെ ഉണ്ടായി. 1 മണിക്കൂറോളം വെറുതെ ഇറങ്ങിയതാണ് ഇങ്ങോട്ടേക്ക്. രസമല്ലേ? അപ്പോൾ വെറുതെ ഇങ്ങനെ രാത്രി ബൈക്ക് എടുത്ത് ഇറങ്ങുമ്പോൾ വിചാരിച്ച് കണ്ണൂർ എയർപോർട്ട് ഭാഗത്തേക്ക് പോവാം. അങ്ങനെ വന്നിയാ. കണ്ണൂർ എയർപോർട്ട് ബൈ. എയർപോർട്ടിൻ്റെ അംഗീകാരമില്ലാത്ത ടാക്സികളും ഓട്ടോറിക്ഷകളും ഇവിടെ പാർക്ക് ചെയ്യുന്നതും യാത്രക്കാരെ കയറ്റി കൊണ്ടുപോകുന്നതും നിരോധിച്ചിരിക്കുന്നു. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിന് ലോക്ക്, അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ ലോക്ക് ചെയ്യുന്നു. അവിടെ ലോക്കുണ്ട്.
ബാ താലേക്ക് പോലെ നമ്മളങ്ങനെ പാർക്കിങ്ങിൽ എത്തിയാട്ടോ പോയിനോ ആ ബാ ഇവിടുന്ന് പോയാണ് ഗോയ്സ് ഇവിടുന്ന് പിടിക്കുകയാണ് ഗോയ്സ് പോവാ ഇനി കയറിയിട്ട് മുമ്പിൽ നിൽക്കുന്നുണ്ട് മുമ്പിലാക്കുന്ന ബാക്കിലാ മുമ്പിലാ ആ ഇടൊക്കെ ടാറ്റ പറഞ്ഞേ ബാ കയറി പോവാല ഗായ്സ് അങ്ങനെ നമ്മൾ ആ ഫ്ലൈറ്റിനടുത്ത് എത്തിയട്ടോ പിന്നെ TU664 അതിന് ഫ്രണ്ടിൽ മോന കണ്ട നീ ആ ഫ്രണ്ടിൽ മോന കണ്ടാ അപ്പോൾ ഇത് ഒറിജിനലാണോ അല്ല എന്ന് ജസ്റ്റ് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ വണ്ടീൻ്റെ മീറ്ററിൻ്റെ വൈബ്രേഷൻ സൗണ്ട് കൂടി കണ്ടോ ഒരു കടകട സൗണ്ട് കേൾക്കുന്നുണ്ടോ ഇതാ അത് സർവീസിനോട് തരാം അവർ ശരിയാക്കി തന്നെയാണ് കണ്ട ഇപ്പോൾ നല്ല സൗണ്ടായി കണ്ട സൗണ്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റും കണ്ടോ വാ ആ വേസ്റ്റ് എടുക്കുന്നുണ്ടോ ഉണ്ടോ ചെറിയ കടലാസും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ അതിൻ്റെ വണ്ടിയാണ് ഈ റോഡ് സൈഡിലെ കടലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കുന്നു സൈഡിലെല്ലാം ചെടി കണ്ടോ തഫിനി ഫുൾ ചെടിയാട്ടോ സൈഡിലൊക്കെ കണ്ടോ രണ്ട് സൈഡിൽ റോഡിൻ്റെ അതുപോലെ എയർപോർട്ടിലും അവിടെ ഇവിടെ എല്ലാം ഫുള്ള് ചെടിയാണ് പിന്നെ പാർക്കിങ്ങിൻ്റെ ഏരിയയിലും കംപ്ലീറ്റ് ചെടിയാണ് ഗായ്സ് നമ്മൾ ചാടിക്കാൻ വേണ്ടിക്ക് വണ്ടി എടുത്തി കേട്ടോ ഇത് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് കയറുന്ന സ്ഥലം കേട്ടോ ഇത് സ്ഥലം വായന്തോട് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ എയർപോർട്ട് റോഡ് ഇങ്ങോട്ടേക്ക് എയർപോർട്ട് ചായ കുടി കിട്ടും ബാടിയിരുന്നോ കടിയൊന്നുമില്ലേ ബോസ് ചായ ഇല്ലേ 2 ചായ 1 മധുരം കുറവേ കുറവ് കേട്ടാ 1 കുറവ് 1 സാധാ കടി നോക്കട്ടെ കേട്ടോ കടി പരിപ്പ് വട എന്താ പറയുക ഒരപ്പുണ്ട് കല്ലുമ്മക്കായി ഇത് കല്ലുമ്മക്കായൊന്നും കാണുന്നില്ലല്ലേ കല്ലുമ്മക്കായെല്ലാം ഇളകിയിട്ട് അവിടെ വീണിട്ട് കാണുന്നു പഴം നിറച്ചത് പഴംപൊരി 2 സാധനമുണ്ട് എന്താ കടി വേണ്ടി തപ്പി 2 പഴം നിറച്ചെടുത്താലോ ഇവിടെ ഉണ്ടാക്കുന്നയാ ഇതെയോ അങ്ങനെ 2 പഴം നിറച്ചെടുത്താൽ പഴം കടി എവിടെ പറഞ്ഞ സ്ഥലം ഇത് മട്ടന്നൊരു ടൗണാ അപ്പുറം അല്ലേ ആ ഓക്കെ അല്ല ഇങ്ങോട്ട് അങ്ങനെ വരുന്നില്ല ആ ഇത് എയർപോർട്ട് റോഡ് ആ വായന്തോട് അല്ലേ 2 പഴം നിറച്ചും ചായ ഇതിനെന്താ വേണ്ടി ബൂസ്റ്റാ ഇതിനൊരു ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ കുഴപ്പമില്ല ഇതെടുക്ക് എന്താണ്ടാ പഴം പൊതിന്ന് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങേൻ്റെ പണ്ടോ തേങ്ങ മനസ്സായി പറഞ്ഞില്ല ഈത്തപ്പഴത്തിൻ്റെ ഈത്തപ്പഴം പൊരി ഈത്തപ്പഴം കാണുന്നുണ്ട് പുറത്ത് കുഴപ്പമില്ല കുറച്ച് ഹാർഡാണ് നമ്മൾ ഉണ്ടക്കായില്ലേ ഉണ്ടക്കായിൻ്റെ ഒരു ടൈപ്പ് ടൈപ്പ് സാധനം ബാബുവാ അങ്ങനെ ഇവിടുന്ന് വിടുകയാണ്